അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യങ്ങൾ സങ്കീർണമായി തുടരുന്ന പശ്ചാത്തലത്തിൽ ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന 2 ദിവസത്തെ ബ്രിക്സ് യോഗത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായും മോദി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ബ്രിക്സ് യോഗം നടന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. 2 വിദേശകാര്യമന്ത്രിമാരെ കൂടാതെ ദക്ഷിണാഫ്രിക്കയുടെ വിദേശകാര്യമന്ത്രി റൊണാൾഡ് ലാമോള, ബ്രസീൽ വിദേശകാര്യമന്ത്രി മൗറ വിയേര തുടങ്ങി നിരവധി വിദേശകാര്യ മന്ത്രിമാരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ പ്രതിസന്ധി സംബന്ധിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും വിപുലമായ ഉഭയകക്ഷി ചർച്ച നടത്തും. 3 ദിവസത്തെ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനത്തിനായാണ് അരാക്ചി എത്തിയത്. ഇറാനുമായുള്ള US-ഇസ്രായേൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ഇറാനിൽ നിന്നുള്ള ആദ്യത്തെ ഉന്നതതല നയതന്ത്ര ഇടപെടലാണിത്. ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിനായി ഭാരത് മണ്ഡപത്തിൽ വെച്ചാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി ലാവ്റോവിനെ ജയശങ്കർ സ്വാഗതം ചെയ്തത്. പ്രധാന നയതന്ത്ര ഇടപെടലിന്റെ അടയാളമായിട്ടാണ് ഈ സ്വീകരണത്തെ കാണുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യം സന്ദർശിക്കുമ്പോൾ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിക്ക് പകരം രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യയിലെ ചൈനീസ് അംബാസഡർ സു ഫെങ് ഹോങ്ങിനെയാണ് ജയശങ്കർ ആദ്യം സ്വീകരിച്ചിരുന്നത്. ഇന്തോനേഷ്യയിൽ നിന്നുള്ള വിദേശകാര്യ മന്ത്രിമാരായ സുഗിയോനോ, എത്തോപ്യൻ വിദേശകാര്യമന്ത്രി ഗേഡിയൻ തിമോവോസ് ഹെസ്ലബോൺ എന്നിവരെയും മറ്റു വിദേശകാര്യ മന്ത്രിമാരെയും അംഗരാജ്യങ്ങളിൽ നിന്നും നിരീക്ഷക രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളെയും വിദേശകാര്യ മന്ത്രാലയം ദേശീയ തലസ്ഥാനത്ത് സ്വാഗതം ചെയ്തു. UAE വിദേശകാര്യ മന്ത്രാലയത്തിലെ സഹമന്ത്രി ഖലീഫ ഷഹീൻ അൽ മരാറും യോഗത്തിൽ പങ്കെടുത്തു. അതേസമയം വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയും യുദ്ധങ്ങൾ സൃഷ്ടിക്കുന്ന പിരിമുറുക്കങ്ങളിലൂടെയും കടന്നുപോകുന്ന ഈ സാഹചര്യത്തിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിലുള്ള സംഘർഷങ്ങളും വ്യാപാര സാങ്കേതിക മേഖലകളിലെ അസ്ഥിരതയും കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതലത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. ഈ സാഹചര്യത്തിൽ വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥകളും വികസ്വര രാജ്യങ്ങളും ബ്രിക്സ് കൂട്ടായ്മയിൽ നിന്ന് വലിയ പ്രതീക്ഷകളാണ് വെച്ച് പുലർത്തുന്നത് എന്നും സമാധാനം ഉറപ്പാക്കുന്നതിനും സ്ഥിരത കൈവരിക്കുന്നതിനും ഈ കൂട്ടായ്മയ്ക്ക് പങ്ക് വഹിക്കാനുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അന്താരാഷ്ട്ര ബന്ധങ്ങൾ കൂടുതൽ സങ്കീർണമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആഗോള വിഷയങ്ങളിൽ അംഗരാജ്യങ്ങൾക്കിടയിൽ യോജിപ്പുണ്ടാകേണ്ടത് അനിവാര്യമാണെന്ന് ജയശങ്കർ പറഞ്ഞു. ആഗോള വ്യാപാര നിർമ്മാണ ശൃംഖലകളിൽ വിള്ളലുകൾ വീഴുന്ന സാഹചര്യത്തിൽ സാമ്പത്തിക പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നി പറഞ്ഞു. വിശ്വസനീയമായ വിതരണ ശൃംഖലകളും വൈവിധ്യവൽക്കരിക്കപ്പെട്ട വിപണികളും സാമ്പത്തിക സുരക്ഷിതത്വത്തിന് അത്യന്താപേക്ഷിതമാണെന്നും ഈ 2 മേഖലകളിലും അംഗരാജ്യങ്ങൾ ഒരുപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഊർജം, ഭക്ഷണം, ആരോഗ്യം എന്നീ മേഖലകളിൽ വികസ്വര രാജ്യങ്ങൾ നേരിടുന്ന വെല്ലുവിളികളും സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നതിലെ പ്രയാസങ്ങളും പരിഹരിക്കാൻ ബ്രിക്സ് രാജ്യങ്ങളുടെ ഏകോപനം സഹായകമാകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ 80ാമത് സെഷന്റെ ഭാഗമായി 2025 സെപ്റ്റംബർ 26-നാണ് വിദേശകാര്യ മന്ത്രിമാരുടെ അവസാന യോഗം നടന്നത്. 2026-ലെ വരാനിരിക്കുന്ന ബ്രിക്സ് ചെയർ എന്ന നിലയിൽ ഇന്ത്യയാണ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചത്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾ ചേർന്നാണ് ബ്രിക്സ് രൂപീകരിച്ചത്. പിന്നീട് ഈജിപ്ത്, എത്തോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവയെ ഉൾപ്പെടുത്തി വികസിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.